രാമേന്ദ്ര സാറേ, ഇന്ത്യക്കാർക്ക് വലിയ അഭിമാനം അമേരിക്കയിൽ നിന്ന് വന്നൊരു വാർത്തയായിരുന്നു. ന്യൂയോർക്ക് മേയറായിട്ട് സൊഹ്റാൻ മംദാനി തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രീമിയർ നവംബറിലാണ് തെരഞ്ഞെടുപ്പ്. അതിൻ്റെ ഈ പ്രാഥമിക ഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 തരത്തിൽ അത് ഇന്ത്യക്ക് അഭിമാനമുള്ള കാര്യമാണ്. ഒന്ന്, നമ്മുടെ ഫയറിൻ്റെ മീര നായർ അല്ലേ, ഗുജറാത്തികളെ റൂട്ടാണ് ഇവരുടെ രണ്ടുപേരും, അച്ഛൻ്റെ അമ്മയുടെ. അച്ഛൻ പക്ഷേ ഒരു പഞ്ചാബികളാണ് അല്ലേ. ഓക്കെ, എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ആശങ്കാജനകമാണ്. മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അമേരിക്കയുടെ പ്രഖ്യാപിത നയങ്ങളുമായി, പ്രത്യേകിച്ച് ട്രംപിൻ്റെ നയങ്ങൾക്ക് എതിരായി ട്രംപ് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ തീരുമാനിക്കുമ്പോൾ കുടിയേറ്റക്കാരെ തുറന്നു വിടുകയും, അല്ലെങ്കിൽ ട്രംപ് കുടിയേറ്റക്കാരെ നിയന്ത്രിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് തടയുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു മേയറായി അദ്ദേഹം അമേരിക്കയുടെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായി പെരുമാറുന്ന ഒരു മേയർ കാൻഡിഡേറ്റ്, അല്ലെങ്കിൽ വുഡ് ബി മേയർ ആയി നിൽക്കുകയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അദ്ദേഹത്തിൻ്റെ പൗരത്വം റദ്ദാക്കേണ്ടി വരും തുടങ്ങിയ ഘട്ടത്തിലാണിപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സ് എത്തി നിൽക്കുന്നത്. അങ്ങ് എങ്ങനെ കാണുന്നു അതിനെ? ഇത് ഒന്നാമത് ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് ലുണാറ്റിക് എന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്ന് ട്രംപ് വിളിച്ചിട്ടുണ്ട്. ട്രംപ് പലതും വിളിക്കുമല്ലോ. ബൈഡനെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് പച്ച മലയാളത്തിൽ പിതൃശൂന്യൻ എന്ന്, മലയാളത്തിൽ അതിന് വേറെ പറയും, ഇംഗ്ലീഷിൽ അത് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം, ഇന്നലെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ട്രംപ് അങ്ങനെ ഇയാൾ ലുനാറ്റിക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാളെ അറസ്റ്റ് ചെയ്യും, പിന്നെ ഇയാളുടെ പൗരത്വം റദ്ദാക്കും, ഇങ്ങനത്തെ ഭീഷണികളാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. 1998 ഉഗാണ്ടയിൽ നിന്ന് 7 വയസ്സിൽ കുടിയേറിയ ആളാണ് ഈ മംദാനി. യുഗാണ്ടയിൽ നിന്ന് മംദാനി അച്ഛൻ അവിടെ അക്കാഡമിക് ആണ്, എഴുത്തുകാരനും ഒക്കെയാണ്. ഈ മിസിസിപ്പി മസാല, കാമസൂത്ര അല്ലേ, സ്ലം ഡോഗ് മില്യനെയർ, ഇതിൻ്റെയൊക്കെ സംവിധായികയായിരുന്ന മീര നായരുടെ മകനാണ്. അപ്പോൾ മീര നായർ ഒഡീഷയിൽ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പഞ്ചാബി ആണെങ്കിലും അവരുടെ അച്ഛൻ സിവിൽ സർവീസിലായിരുന്നു. അപ്പോൾ ഒഡീഷ കേഡറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കൊരു ഗുജറാത്തി കണക്ഷൻ ഇല്ലേ? ഗുജറാത്തി കണക്ഷനിലായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അവർ പഞ്ചാബിയാണ്. നയ്യാർ എന്ന് പറയില്ലേ? നയ്യാർ, കുൽദീപ് നയ്യാർ എന്നൊക്കെ പറയില്ലേ, അവർ പഞ്ചാബികളാണ്. അപ്പോൾ ഈ ഇമ്മിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ്, അവിടുത്തെ ICE, അവരുടെ ഓപ്പറേഷൻസ് ന്യൂയോർക്ക് നഗരത്തിൽ നിർത്തും എന്ന് മംദാനി പറഞ്ഞിട്ടുണ്ട്. മേയറായാൽ എന്ന് പറഞ്ഞാൽ അനധികൃത കുടിയേറ്റക്കാരുണ്ടല്ലോ, അവരെ പിടിക്കുന്ന പരിപാടിയുണ്ട് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിന്. ആ ഓപ്പറേഷൻസ് നിർത്തും എന്നാണ് മംദാനി പറഞ്ഞിരിക്കുന്നത്. അത് അവിടുത്തെ നിയമത്തിന് എതിരായ പരിപാടിയാണ്, നിയമലംഘനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യാനും മടിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ 1998 7 വയസ്സിൽ കുടിയേറിയിട്ടുണ്ടല്ലോ. ആ പൗരത്വം തന്നെ, അപ്പോൾ ഇയാൾക്ക് കിട്ടിയിട്ടുള്ള പൗരത്വം തന്നെ അസാധു ആണ് എന്ന് പറഞ്ഞിട്ട് ഈ റിപ്പബ്ലിക്കൻസ് ഇപ്പോൾ പലരും ബാധിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇയാൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്നോ, ഇയാൾക്ക് ടെററിസ്റ്റ് അനുഭാവം, ഈ ജിഹാദികളോടുള്ള അനുഭാവം, ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇയാൾ അവിടെ ജീവിക്കുന്നത്. അങ്ങനെയാണ് ഇയാൾക്ക് പൗരത്വം കിട്ടിയിട്ടുള്ളത്. പൗരത്വത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ അയാൾ മറച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഇയാൾക്കെതിരെ. പൗരത്വം പോകുമ്പോൾ കാൻഡിഡേച്ചറും പോകും. അതിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണല്ലോ ഇയാളെന്തായാലും അവിടെ പൗരനായിട്ടുള്ള ഒരാളാണ്. ഒരു രാഷ്ട്രീയ തർക്കം നടക്കുന്ന പോലെ ട്രംപുമായിട്ടൊരു തർക്കം നടക്കുന്നു. ട്രംപ് ഏതാണ്ട് എല്ലാ ദിവസവും ഇയാൾ തിരഞ്ഞെടുക്കപ്പെടും എന്ന് വന്നപ്പോൾ, ഇപ്പോൾ ലണ്ടനിലെ മേയറും മുസ്ലിമാണ്, ന്യൂയോർക്കിലെ ആദ്യത്തെ മുസ്ലിം മേയർ വരുന്നു എന്ന് പറഞ്ഞാൽ, കാരണം പ്രൈമറീസിൽ ഇയാൾ ജയിച്ചിരിക്കുന്നു, ഡെമോക്രാറ്റാണ്, റിപ്പബ്ലിക്കൻ ഗവർണറായിരുന്ന ആളെ തോൽപ്പിച്ചിട്ടുണ്ട്. നവംബറിലും ഇയാൾ തിരഞ്ഞെടുക്കപ്പെടാം മംദാനി എന്നുള്ളൊരു അവസ്ഥയുണ്ട്. ആ അവസ്ഥ വരുമ്പോൾ രാഷ്ട്രീയം ഘടിപ്പിക്കുകയാണ് റിപ്പബ്ലിക്കൻസ്, ട്രംപ്. അപ്പോൾ ICE രേഖയില്ലാത്ത, അതായത് ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ രേഖകളൊന്നും ഇല്ലാത്ത കുടിയേറ്റക്കാരെ പിടിക്കുന്ന പരിപാടി തടയുമെന്നും മംദാനി പറഞ്ഞത് നിയമ നടപടികൾ ക്ഷണിച്ചു വരുത്തും എന്ന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തു. അയാളെ, ഇതാണ് ട്രംപ് പറഞ്ഞത്, അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റിനെ നമുക്ക് ആവശ്യമില്ല. ഒരു
കമ്മ്യൂണിസ്റ്റുകാരനുണ്ടെങ്കിൽ ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ അയാളെ നിരീക്ഷിക്കും. അതാണ് ട്രംപ് പറഞ്ഞത്. അയാൾ അനധികൃതമായിട്ടാണ് ഇവിടെ കുടിയേറിയിട്ടുള്ളതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്, അതും അന്വേഷിക്കും എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ഹൗസിൽ നിന്ന് തന്നെ ഒരു സൂചന ഇപ്പോൾ വന്നിട്ടുണ്ട്, മംദാനിയുടെ പൗരത്വം അന്വേഷിക്കും എന്ന്. ശരിക്കാണോ കിട്ടിയിട്ടുള്ളത് അതോ അനധികൃതമാണോ എന്നുള്ള കാര്യം വൈറ്റ് ഹൗസ് അന്വേഷിക്കാൻ പോകുന്നു എന്നൊരു സൂചനയുണ്ട്. റിപ്പബ്ലിക്കൻസായ കോൺഗ്രസ്സിലെ അംഗങ്ങളും പിന്നെ ആൻറ്റി ഓഗ്ലെ, ഈ ഒരു സെനറ്റ് അംഗം ആൻറ്റി ഓഗ്ലെ റിപ്പബ്ലിക്കൻ, അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് മംദാനിയുടെ പൗരത്വം പിൻവലിക്കണം. സാധാരണഗതിയിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണല്ലോ, ഒരാളെ കൊണ്ട് ആദ്യം പറയിക്കുക എന്നുള്ളത്, പിന്നെ അതൊരു ആരവമായിട്ട് മാറുന്നത്. അപ്പോൾ ആൻറ്റി ഓഗ്ലെ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ പൗരത്വം പിൻവലിക്കണം. അപ്പോൾ ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറി, വൈറ്റ് ഹൗസിലെ പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞിട്ടുണ്ട് പൗരത്വം കിട്ടാനുള്ള പ്രക്രിയക്കിടയിൽ ഇയാൾ ഭീകരരോടുള്ള, ഇസ്ലാമിക ഭീകരതയോടുള്ള അനുഭവം മറച്ചു വെച്ചു എന്ന് കരോലിൻ ലീവിറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കെതിരെ ഒരു ആരവം റിപ്പബ്ലിക്കൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അപ്പോൾ നവംബറിലെ തെരഞ്ഞെടുപ്പിലും ഇയാളെ അട്ടിമറിക്കണം എന്നൊരു ആഗ്രഹം റിപ്പബ്ലിക്കൻസിന് ന്യായമായും ഉണ്ടാവും. മംദാനി അപ്പോൾ ഇന്നലെ പ്രതികരിച്ചു, എന്നെ ട്രംപിന് പേടിപ്പിക്കാനാവില്ല, എന്നെ അടിച്ചമർത്താൻ, എതിർപ്പുകളെ, വിയോജിപ്പിനെയൊക്കെ അടിച്ചമർത്താൻ ട്രംപ് പ്രസിഡൻറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുകയാണ്. എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഭീഷണിയുണ്ട്, പൗരത്വം റദ്ദാക്കുമെന്ന് ഭീഷണിയുണ്ട്, എന്നെ ഡിറ്റൻഷൻ ക്യാമ്പിലേക്ക്, തടവറയിലേക്ക് വിടും എന്നുള്ള ഭീഷണിയുണ്ട്, എന്നെ ഡിപ്പോർട്ട് ചെയ്യും, എന്നെ തിരിച്ച് ഉഗാണ്ടയിലേക്ക് വിടും എന്നുള്ള ഭീഷണിയുണ്ട്. ഞാനൊരു നിയമവും ലംഘിച്ചിട്ടില്ല. ഈ ICE ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം ന്യൂയോർക്ക് നഗരത്തെ ഭീകരതയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനെതിരെ ഞാൻ പ്രതികരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പ്രൈമറീസിൽ മുൻ ഗവർണർ ആൻഡ്രൂ കുവോമോയെ ആണ് തോൽപ്പിച്ചത് മംദാനി. അങ്ങനെ ഔദ്യോഗിക ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി ആയിരിക്കുന്നു മേയറിൽ, അവിടുത്തെ നിയമസഭയിലെ അംഗമാണ്. ന്യൂയോർക്ക് നവംബറിലാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇങ്ങനെ വലിയ ഭീഷണിയിലാണ് ഇങ്ങനെ മീരാ നായരുടെ മകൻ അവിടെ നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ മംദാനി ഒന്നും കാണാതെ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രീമിയർ കഴിഞ്ഞ സ്ഥിതിക്ക് ഒന്നും കാണാതെ ആവില്ല ഇത്ര കുറെ കൂടി കടുപ്പിച്ച് ഈ നിലപാടെടുക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അമേരിക്കയിൽ ട്രംപിൻ്റെ ഈ രണ്ട് നയങ്ങൾക്കും എതിരായുള്ള വലിയ കലാപങ്ങൾ നടക്കുന്നുണ്ട് പലയിടത്തും. അത് വോട്ടാക്കി എൻകാഷ് ചെയ്യാൻ പറ്റുമോ എന്നതായിരിക്കണം ഒരു ആലോചന. രണ്ട്, മോറലായൊരു ഇഷ്യൂ ഉണ്ടല്ലോ സാർ. ഇപ്പോൾ വേറെ ഒരു രാജ്യം, ഇപ്പോൾ ഇന്ത്യക്ക് വേണമെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ CA ബില്ല് കൊണ്ടുവന്നല്ലോ, ആ ബില്ലിനെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഞാൻ നടപ്പാക്കൂല എന്ന് പറയുന്നതിനേക്കാളും കഷ്ടമല്ലേ ഒരു മേയർ മാത്രം, ഒരു നഗരത്തിൻ്റെ മേയർ പറയുന്നത്. രണ്ട്, മൂന്നാമത്തെ ഇഷ്യൂ കൂടി ആലോചിച്ച് നോക്കൂ. മറ്റാര് കുടിയേറ്റക്കാർക്കെതിരെ നിയമം കൊണ്ടുവന്നാലും ധാർമ്മികമായി കൊണ്ടുവരാൻ അവകാശമില്ലാത്തൊരു രാജ്യമല്ലേ അമേരിക്ക. കുടിയേറ്റക്കാരുണ്ടാക്കിയൊരു രാജ്യമാണ്, കുടിയേറ്റക്കാരുടെ സംസ്കാരമാണ്. അവിടുത്തെ ആദിമ നിവാസികളെ ആട്ടി ഓടിച്ചിട്ട് കൊളംബസ് 1498 മുമ്പ് ഇല്ലാത്തൊരു സംസ്കാരമാണ് അമേരിക്ക എന്ന് പറയുന്നത്. നമ്മൾ അതിന് മുമ്പ് ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്ത് ഈ ട്രംപ് സ്വീകരിക്കുന്ന കടുത്ത കുടിയേറ്റ വിരുദ്ധ നിലപാടിന് എതിരായി അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്നൊരു ജനരോഷം ഉണ്ടല്ലോ, ആ ജനരോഷത്തെ കൂടി വോട്ടാക്കി മാറ്റാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കണം വളരെ തന്ത്രപൂർവ്വം ഇപ്പോൾ ഇദ്ദേഹം പയറ്റുന്നത് എന്നുകൂടി നമുക്ക് ആലോചിക്കാൻ പറ്റും. കുറേ, അതായത് മുമ്പ് തന്നെ ഈ ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നപ്പോൾ തന്നെ പുതുച്ചേരിയിലെ പാർട്ടി പ്രസിദ്ധീകരിച്ചൊരു പോസ്റ്റ് ഫേസ്ബുക്ക്, അത് ഷെയർ ചെയ്തിരുന്നു 2020 ഈ മംദാനി. ശരി, ലോകത്തിലെ ഏറ്റവും വലിയൊരു നഗരത്തിലെ മേയർക്ക് 21 വയസ്സേ ഉള്ളൂ, ന്യൂയോർക്ക് ഇത് മാതൃകയാക്കണ്ടേ എന്ന് ചോദിച്ചിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് എന്താ പറയാ അന്തർധാര, കമ്മ്യൂണിസ്റ്റ് അന്തർധാരയൊക്കെ ഉണ്ട്. 33 വയസ്സാണ്. ഇനി നടപ്പാക്കം എന്ന് പറഞ്ഞു പറയുന്ന പരിപാടികളുമൊക്കെ ഇവിടുത്തെ 1,00,000 വീട് പോലത്തെ പരിപാടികളൊക്കെയാണ്. അവിടെ 2,00,000 വീട് ഉണ്ടാക്കി കൊടുക്കും പാവങ്ങൾക്ക്. പിന്നെ ഈ അനധികൃത കുടിയേറ്റം തടയുന്ന പരിപാടികൾ അവസാനിപ്പിക്കും. പിന്നെ ബസ് യാത്ര സൗജന്യമാക്കും. പിന്നെ ഈ മറ്റേ
കെജ്രിവാളൊക്കെ പറഞ്ഞ പോലത്തെ ക്ലിനിക്കുകളൊക്കെ ഇല്ലേ, മോഹല്ല അതുപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഏതാണ്ട് ഇന്ത്യയിൽ നിന്നുള്ള കുറെ പരിപാടികൾ ആണ് കോപ്പി കോപ്പി അടിക്കും എന്നാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു. പക്ഷേ ട്രംപിന്റെ നയങ്ങൾക്ക് ഈ രണ്ടാം ട്രംപിന്റെ കുറേ എടുത്തുചാട്ടവും അനാവശ്യമായ വാക്കുകളും പ്രസ്താവനകളും യൂണിവേഴ്സിറ്റികൾക്കകത്ത് ഇദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിനെതിരായി, കുടിയേറ്റ നയത്തിനെതിരായിട്ടൊക്കെയുള്ള വലിയ കലാപമാണ്. എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരുടെയും അവിടുത്തെ ഒരു 2 ജനറേഷൻ അപ്പുറം എല്ലാവരും കുടിയേറ്റക്കാരാണല്ലോ. അപ്പോൾ കുടിയേറ്റക്കാരുടെ ഒരു വികാരം കൂടി മുതലെടുത്തുകൊണ്ട് ട്രംപിനെതിരായുള്ള ഒരു വികാരം റിപ്പബ്ലിക്കൻസിന് വോട്ടാക്കി ഡെമോക്രാറ്റ്സിന് വോട്ടാക്കി മാറ്റാൻ, റിപ്പബ്ലിക്കൻസിനെതിരായി വലിയൊരു ക്യാമ്പയിനായിട്ട് നയിക്കാൻ കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഗ്രാസ് റൂട്ടിലെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടല്ലാതെ ഈ സമയത്ത് ഇദ്ദേഹം പ്രസ്താവന നടത്താൻ സാധ്യതയില്ലല്ലോ. അതായത് മംദാനി ഒരു ഇസ്ലാമിക ഭീകരതയുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾ സൂക്ഷിക്കേണ്ട ആളാണ് എന്ന് റിപ്പബ്ലിക്കൻസ് ഒരു സന്ദേശം വോട്ടർമാരിലേക്ക് കൊടുക്കുന്നു. അതാണ് കാണുന്നത്. അതേ ഉള്ളൂ. തീർച്ചയായിട്ടും രാഷ്ട്രീയമാണ്. തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ ഏതാനും മാസങ്ങൾ വേണ്ടിവരും, കാത്തിരിക്കേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.